നമസ്കാരം. വർദ്ധിച്ചു വരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കരയുദ്ധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് 10 ലക്ഷത്തിലേറെ പോരാളികളെ ഇറാൻ സജ്ജരാക്കിയതായി റിപ്പോർട്ട്. 4 ആഴ്ചയിലധികമായി തുടരുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം കരയുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിൽക്കെയാണ് ഇറാന്റെ ശക്തമായ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. സൈനികരും നിലവിലെ സാഹചര്യം മുൻനിർത്തി സൈന്യത്തിന്റെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചവരും ചേർന്നതാണ് ഈ 10 ലക്ഷത്തിലധികം പേർ. ബസീജിന്റെ IRGCയുടെയും പട്ടാളത്തിന്റെയും റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നിരവധി ഇറാനിയൻ യുവാക്കൾ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട്. ഇറാന്റെ മണ്ണിൽ അമേരിക്കക്കാർക്ക് ചരിത്രപരമായ നരകം സൃഷ്ടിക്കാനുള്ള ആവേശം ഇറാനിലെ പോരാളികൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതേസമയം അമേരിക്ക ഇതിനകം തന്നെ ആയിരക്കണക്കിന് സൈനികരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 82ാം എയർബോൺ വിഭാഗത്തിൽ നിന്നുള്ള സൈനികർ ദിവസങ്ങൾക്കകം പശ്ചിമേഷ്യയിൽ എത്തിച്ചേരുമെന്നാണ് സൂചന. ഇറാനുമായി ചർച്ച പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും അക്കാര്യം തള്ളിക്കളയുകയാണ് ഇറാൻ. അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിൽ ഇറങ്ങുന്ന പക്ഷം കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US എല്ലാ നയതന്ത്ര സമീപനങ്ങളെയും ഇറാൻ പരസ്യമായി തള്ളിക്കളയുകയാണ്. അമേരിക്കൻ സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘർഷം തുടരുന്നതിനിടയിൽ ഇറാനിൽ നിന്നും വമ്പൻ സമ്മാനം ലഭിച്ചു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ തങ്ങൾ ഗൗരവമായി പങ്കെടുക്കുന്നതെന്ന് കാണിക്കാൻ ഇറാൻ 10 എണ്ണ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ അനുവദിച്ചതൊരു സമ്മാനമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ 8 വലിയ എണ്ണ ടാങ്കറുകൾ ഈ സുപ്രധാന ജലപാതയിലൂടെ കടന്നുപോകാൻ അനുവദിച്ചതായും പിന്നീട് 2 കപ്പലുകൾ കൂടി വന്നതായും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. വൈറ്റ് ഹൌസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കവെയാണ് പരസ്യമായി സംഘർഷം നിലനിൽക്കുമ്പോഴും ഇരുപക്ഷങ്ങൾക്കിടയിലെ നിശബ്ദമായ ഇടപെടൽ ഉണ്ടാക്കിയേക്കാം എന്ന് ട്രംപ് സൂചിപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ് സമ്മാനമെന്നും ആണവ വിഷയമല്ല ഇത്, മറിച്ച് എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതെന്നാണ് സമ്മാനമെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. വലിയ സാമ്പത്തിക മൂല്യം ഈ സമ്മാനത്തിനുണ്ട് എന്ന് പറഞ്ഞാണ് ട്രംപ് എന്താണ് സമ്മാനമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം അവർ ആശ്ചര്യകരമായ ഒരു കാര്യം ചെയ്തുവെന്നും ശരിക്കും അതൊരു സമ്മാനമായിരുന്നുവെന്നും ഇന്നാണ് അത് ലഭിച്ചതെന്നും അമൂല്യമായി വിലപിടിപ്പുള്ളതുമായ ഒരു സമ്മാനമായിരുന്നു അത്. എന്താണ് അത് എന്ന് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വിലപ്പെട്ട സമ്മാനം തന്നെയാണെന്നാണ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു വെച്ചത്. ശരിയായ ആളുകളുമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നതെന്നും സമ്മാനം ലഭിച്ചതോടെ വ്യക്തമായി എന്നുമാണ് ട്രംപ് പറഞ്ഞു വെച്ചത്.